എല്ലാവരും ഞങ്ങളോട് ക്ഷമിക്കും. ഞാനും വിഷ്ണു തമ്മിലുള്ള കല്യാണത്തിന് എനിക്ക് താല്പര്യമില്ല. എല്ലാവരും കൂടെ നിർബന്ധിച്ച കാരണമാണ് ഞാൻ എല്ലാത്തിനും സമ്മതം മൂടിയത്. ഞാനും ഏട്ടനും വർഷങ്ങളോളമായി ഇഷ്ടത്തിലാണ്. അത് ഒരാൾക്ക് മാത്രമേ അറിയുള്ളൂ, ചേച്ചിക്ക് മാത്രമേ അറിയുള്ളൂ. ചേച്ചി ഒന്നും മിണ്ടാണ്ട് വെക്കുകയായിരുന്നു കുറ്റമല്ല. എനിക്ക് ഏട്ടല്ലാണ്ട് ഒരിക്കലും ജീവിക്കാൻ പറ്റില്ല. അങ്ങനെ തന്നെ പോയി കഴിഞ്ഞാൽ ആരും അന്വേഷിക്കാനോ പിടിക്കാനോ ഒന്നിനും വരരുത്. വീട്ടുകാരുടെ നിർബന്ധത്തിനാണ് ഞാൻ എല്ലാത്തിനും ഇന്നവരെ സമ്മതിച്ചത്. അല്ലാണ്ട് ഇന്ന് ഏട്ടൻ പറഞ്ഞ് നിർബന്ധിച്ചിട്ടോ ബ്ലാക്ക് മെയിൽ ചെയ്തിട്ടോ ഒന്നും കൊണ്ടല്ല ഞാൻ ഈ ഒരു വീഡിയോ എടുക്കാൻ കാരണം. ഞങ്ങൾ പോയി കഴിഞ്ഞാലും ഇതിനെക്കുറിച്ചുള്ള ഒരു പ്രശ്നം ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഉണ്ടാവരുത്. ഞങ്ങൾ അത്രയും ആത്മാർത്ഥത സ്നേഹിച്ച ആൾക്കാരാണ്. ഞങ്ങൾ എവിടെയെങ്കിലും പോയി ജീവിച്ചുണ്ട്. ഞങ്ങൾ പോയി കഴിഞ്ഞാലും പിന്നെയും ഞങ്ങൾക്കൊരു പ്രശ്നം വരും. ഞങ്ങൾ അന്വേഷിച്ച് ആരും വരരുത്. ഞങ്ങൾക്ക് പിരിയാൻ പറ്റില്ല രണ്ടുപേർക്കും. അങ്ങനെ പിന്നെ വീട്ടുകാർ നിജോനും എല്ലാ കാര്യങ്ങളും അറിയാം. എല്ലാതും അവളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിനെല്ലാ തെളിവും അവളെ കയ്യിലുണ്ട്. ഈ തെളിവും അവളെ കയ്യിൽ തന്നെ കിട്ടുക. അപ്പോൾ ഒരിക്കലും ഞങ്ങൾ അന്വേഷിച്ച് വരരുത്. ഞാൻ വരും തിരിച്ചു വരും. എല്ലാ കാര്യങ്ങളും ശരിയാക്കിയിട്ട് എനിക്ക് 2-3 ആൾക്കാരെ കൊണ്ടുപോകാണ്ട്. അപ്പോൾ ഞാൻ വരും. ഞങ്ങൾ എവിടെയെങ്കിലും പോയി ജീവിച്ചോട്ടെ. ഇവിടെ ഇല്ലാണ്ടെങ്കിൽ പറ്റില്ല. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഗുരുവായൂരിൽ നടന്ന ഒരു സംഭവമാണിത്. ഭാര്യയുടെ അനിയത്തിയുടെ കൂടെ ഏട്ടത്തിയുടെ ഭർത്താവ് ഒളിച്ചോടുന്ന ദൃശ്യങ്ങൾ അടങ്ങിയ ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം 2 ദിവസമായി. ഭാര്യയുടെ അനിയത്തി തന്നെയാണ് വീഡിയോ ഷൂട്ട് ചെയ്ത് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചത്. അതുപോലെ തന്നെ ഭാര്യയുടെ അനിയത്തി വീഡിയോ ഷൂട്ട് ചെയ്തതിന് ശേഷം ഏട്ടത്തിക്ക് അയച്ചു കൊടുക്കുകയാണ് ഉണ്ടായത്. 22 വയസ്സ് മാത്രം പ്രായമുള്ള ഈ കുട്ടിയുടെ കല്യാണം ഉറപ്പിച്ച് വെച്ചിരിക്കുകയാണ് ജ്യേഷ്ഠത്തിയുടെ ഭർത്താവിൻ്റെ ഒപ്പരം ഈ കുട്ടി ഒളിച്ചോടാൻ വേണ്ടി തീരുമാനിക്കുന്നത്. ജ്യേഷ്ഠത്തിക്കാണെങ്കിൽ 3 കുട്ടികളുടെ അമ്മയാണ് ഈ കുട്ടിയുടെ ജ്യേഷ്ഠത്തി എന്ന് പറയുന്നത്. ഗുരുവായൂരാണ് ഇവരുടെ സ്വദേശം. എന്തൊരു മെസ്സേജാണ് ഇവർ സമൂഹത്തിന് കൊടുക്കാൻ വേണ്ടി തയ്യാറാവുന്നത് എന്ന് നമുക്ക് തന്നെ സംശയമാണ്. വളരെ മോശകരമായ ഒരവസ്ഥ. എല്ലാ കാര്യങ്ങളും ചേച്ചിക്കറിയാം എന്നും ഈ കാര്യങ്ങളും ചേച്ചി തന്നെയാണ് ആദ്യം അറിയുക, അത് ഞങ്ങൾ ചേച്ചിയിലേക്കാണ് എത്തിക്കുക എന്ന് കൂടി അനിയത്തി പറയുന്നുണ്ട്. അതുപോലെ തന്നെ വീഡിയോയിൽ വളരെ പച്ചക്ക് പറയുന്നുണ്ട്, ഞങ്ങളെ അന്വേഷിച്ച് ആരും വരേണ്ടതില്ല എന്നും ഞങ്ങൾ ഒന്നിച്ച് ജീവിക്കാൻ വേണ്ടി പോവുകയാണ് എന്നും ഞങ്ങൾ 3 കൊല്ലമായി വളരെ അഗാധമായ പ്രണയത്തിലാണ് എന്നും സഹോദരി പറയുകയാണ്. എന്താണ് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നത് എന്ന് വളരെ മ്ലേച്ഛകരമായ ഒരു മെസ്സേജ് സമൂഹത്തിന് കൊടുക്കാൻ വേണ്ടിയാണ് ഇവർ ഇത്തരമൊരു വീഡിയോ കൊണ്ട് സഹായിക്കുകയുള്ളൂ എന്ന് മാത്രമേ നമുക്ക് ഇതിനെപ്പറ്റി പറയാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. 3 കുട്ടികളുടെ അച്ഛനായ അദ്ദേഹത്തിനാണെങ്കിൽ 44 വയസ്സ് പ്രായം, ഈ കുട്ടിക്കാണെങ്കിൽ 22 വയസ്സ് പ്രായം. അവർക്കൊരു ജീവിതം തിരഞ്ഞെടുക്കാനും വിളിച്ചോടാനുമുള്ള എല്ലാ സ്വാതന്ത്ര്യവും അവർക്കുണ്ട്. എന്നാൽ ഇതൊക്കെ സോഷ്യൽ മീഡിയയിൽ വന്ന് ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഇട്ടുകൊണ്ട് പൊതുജനങ്ങളുടെ മുമ്പിലേക്ക് എത്തിച്ചുകൊണ്ട് ആരും ഞങ്ങളെ തിരഞ്ഞു വരരുത്, ആരും ഞങ്ങളെ നോക്കണ്ട, ഞങ്ങൾ ഒന്നിച്ച് ജീവിക്കാൻ പോവുകയാണ്, നമുക്ക് പിരിയാൻ വേണ്ടി പറ്റുകയില്ല എന്നൊക്കെ പറയുമ്പോൾ തീർച്ചയായിട്ടും ഈ പ്രേമത്തിന് കണ്ണും മൂക്കും ഒന്നുമില്ല എന്ന് നമ്മളെല്ലാം കേട്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇത്തരം ഒരു പ്രേമം എന്ത് മെസ്സേജാണ് സമൂഹത്തിലേക്ക് കൊടുക്കുന്നത് എന്ന് നമുക്ക് തീർച്ചയായിട്ടും വളരെ അരോചകത്വം സൃഷ്ടിക്കുന്ന ഒന്ന് തന്നെയാണ്. അതുപോലെ തന്നെ ഒളിച്ചോടിയതിന് ശേഷം 2 ദിവസത്തിന് ശേഷം ഇപ്പോൾ ആ കുട്ടി മറ്റൊരു വീഡിയോയുമായി രംഗത്ത് വന്നിട്ടുണ്ട്. അതുകൂടി ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. പറയാനുള്ള ഞാൻ ഏട്ടനായിട്ട് പോകുന്നുണ്ട്. ചേച്ചിക്ക് അതായത് ഏട്ടനെ ഞാൻ അവിടെ പിടിച്ച് കൊണ്ടുപോകണം എന്നല്ല കൊണ്ടുപോകണം. ചേച്ചിക്ക് എപ്പോ കാണാൻ പോകുന്നു പറഞ്ഞു കഴിഞ്ഞാലും ഏട്ടനെ ഞാൻ വിടും. ഞാൻ യൂട്യൂബ് ഉണ്ടാകാണ്ട് പിടിച്ചിരിക്കാനോ ഒന്നും ഞാൻ പറ്റില്ല. പിന്നെ ഏട്ടനില്ലാണ്ട് ഈ ഒരു കളി കളിക്കണം. ഞങ്ങളെ പിന്നാലെ ആരും വരരുത്. ഇത് മാത്രല്ല ഒന്നും കൂടെ ഏട്ടനുണ്ട്. അപ്പൊ പോണന്റെ 2 ദിവസം മുന്നേ ഒരു വീഡിയോ എടുക്കാൻ കാരണം എനിക്ക് സാലറി കിട്ടുന്ന ഒരു ഡേറ്റിന്റെ രീതിയിലാണ്. തിങ്കളാഴ്ച കിട്ടുള്ളൂ, തിങ്കളാഴ്ച പോവുകയും ചെയ്യും. 19 വയസ്സ് മുതൽ തുടങ്ങിയിട്ടുള്ളത് കഴിഞ്ഞാൽ എന്റെ സാലറി കിട്ടാൻ വേണ്ടിട്ട് സാലറി കിട്ടേണ്ട ആ ഒരു ഡേറ്റ് വരെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. പിന്നെ ഇതിന്റെ പേരിൽ ആരും ഞങ്ങൾ അന്വേഷിച്ച് വരാനാണ് ഒന്നിനും നിൽക്കരുത്. കാരണം എനിക്ക് എന്റെ ഇഷ്ടങ്ങൾ, എനിക്ക് 22 വയസ്സായിട്ട് എനിക്ക് എന്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാനാണ് എനിക്ക് താല്പര്യം. ഞങ്ങൾ പോയി കഴിഞ്ഞാൽ ആരും ഞങ്ങളെ അന്വേഷിക്കാനോ ഒന്നിനും വരരുത്. കാരണം എനിക്ക് എന്റേതായ ഇഷ്ടം കാര്യങ്ങളുണ്ട്. ഞങ്ങൾ അന്വേഷിച്ച് പിടിച്ചിട്ട് ഞങ്ങൾ പോകണം. ഏതൊരു കേസ് കോടതിയിലായാലും എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ പറയാം. അപ്പോൾ ഈ സഹോദരി പറയുന്നത് വളരെ പച്ചക്ക് പറയുകയാണ്. താൻ ഏട്ടത്തിയുടെ ഭർത്താവിനെയും കൊണ്ട് എങ്ങോട്ടും പോകുന്നില്ല എന്നും
വളരെ അത്യാവശ്യമായ ഘട്ടം വന്നാൽ, ചേച്ചിക്ക് കാണണമെന്ന് ആഗ്രഹം വന്നാൽ താൻ വിട്ടുതരുമെന്നും, എന്നാൽ ഒന്നായിട്ട് അങ്ങോട്ട് വിട്ടുതരികയൊന്നുമില്ല എന്നാണ് ഈ അനിയത്തി പറയുന്നത്. എന്താണ് നമ്മൾ ഇതിൽ നിന്ന് ഊഹിക്കേണ്ടത് എന്ന് തീർച്ചയായിട്ടും വളരെ മോശകരമായ ചില അർത്ഥങ്ങൾ ഉളവാക്കുന്ന ചില വാക്കുകളാണ് ആ സഹോദരി പറയുന്നത്. വേണമെങ്കിൽ ഞാൻ ഭർത്താവിനെ പങ്കുവെക്കാം എന്ന് വരെ പറയുന്ന അർത്ഥമുള്ള രീതിയിലുള്ള വാക്കുകളാണ് ആ സഹോദരി ഉപയോഗിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ 44 വയസ്സുള്ള ഈ ഏട്ടത്തിയുടെ ഭർത്താവ് പറയുന്നത് ഞങ്ങൾക്ക് പിരിയാൻ വേണ്ടി പറ്റുകയില്ല എന്നും, ഞാൻ എങ്ങോട്ടും പോകുന്നില്ല, ഞാൻ അവിടെ കുറച്ച് കാര്യങ്ങളെല്ലാം ശരിയാക്കിയതിന് ശേഷം വീണ്ടും തിരിച്ചു വരുമെന്നാണ് പറയുന്നത്. അതിനുശേഷം 2-3 ആൾക്കാരെ കൊണ്ട് തനിക്ക് കൊണ്ടുപോകാനുണ്ട് എന്ന് കൂടി പറയുന്നുണ്ട്. ഈ 2-3 ആൾക്കാരെന്ന് പറയുന്നത് ഇനി ബാക്കിയുള്ള ഇവരുടെ അനുജത്തിമാരാണോ എന്ന് സംശയമുണ്ട്. തീർച്ചയായും തൻ്റെ മക്കളാണെന്ന് അദ്ദേഹം എവിടെയും പറയുന്നില്ല. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മനസ്സിൻ്റെ വലുപ്പം എത്രയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുകയില്ല. തീർച്ചയായിട്ടും വളരെ മോശകരമായ രീതിയിലുള്ള ഒരു ഒളിച്ചോട്ടം തന്നെയാണ് ഇത് എന്ന് നമുക്ക് പറയാം. ഒളിച്ചോട്ടം, സ്നേഹം, കല്യാണം എന്നൊക്കെ പറയുന്നത് ഓരോരുത്തരുടെ വ്യക്തിപരമായ താല്പര്യത്തിനനുസരിച്ച് വിടുകയാണ്. തീർച്ചയായിട്ടും എന്തുകൊണ്ടാണ് ഇതൊരു സംസാര വിഷയമായി മാറിയതെന്ന് പറഞ്ഞാൽ, അവർ തന്നെ അവരുടെ ഒളിച്ചോട്ടം ഒരു വാർത്തയാക്കുന്നു. ഓട്ടോറിക്ഷയിൽ ഒളിച്ചോടുന്ന സമയത്ത് അതൊരു വീഡിയോ എടുത്തതിന് ശേഷം ചേച്ചിക്ക് അയച്ചു കൊടുക്കുന്നു. ചേച്ചിക്ക് എല്ലാ കാര്യങ്ങളും ഇതിന് മുന്നേ അറിയാമെന്ന് അനുജത്തി തന്നെ പറയുന്നു. അങ്ങനെയൊക്കെ ആകുമ്പോൾ എന്താണ് സമൂഹം ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? എന്തിനാണ് ഇതൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിലേക്ക് ഇട്ടുകൊടുത്തത് എന്ന് അവർ തന്നെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അതിനുശേഷം 2 ദിവസത്തിന് ശേഷം പിന്നെയും പറയുന്നത് ഞങ്ങൾ ഒളിച്ചോടാൻ വേണ്ടി പോവുകയാണ്, ഇപ്പോൾ പോയിട്ടില്ല, എൻ്റെ ശമ്പളം കിട്ടിയതിന് ശേഷം വേണം ഒളിച്ചോടാൻ, അതിനുവേണ്ടി ഞങ്ങൾ കാത്തിരിക്കുകയാണ്. അത്രയ്ക്കും കയ്യിൽ ഒന്നും എടുക്കാനില്ലാത്ത ഒരാളെ കൂടെയാണോ ഈ കുട്ടി, കല്യാണം ഉറപ്പിച്ച് വെച്ചിരിക്കുന്ന ഈ കുട്ടി ഒളിച്ചോടിയത് എന്ന് വരെ നമുക്ക് സംശയമുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ പുതിയൊരു വാർത്ത പുറത്ത് വന്നിരിക്കുന്നത്, അതിനുശേഷം അദ്ദേഹം ഈ കുട്ടിയെ ഉപേക്ഷിച്ചു എന്നും പോലീസ് സ്റ്റേഷനിൽ മാൻവീർ സിംഗിന് അറസ്റ്റിലായി, അതിനുശേഷം കുട്ടിയെ ഉപേക്ഷിച്ച് മുങ്ങി എന്നൊക്കെയാണ് ഇപ്പോൾ പുതിയ വാർത്തകൾ പുറത്തു വരുന്നത്. തീർച്ചയായിട്ടും ഇത്തരം വാർത്തകൾ സമൂഹത്തിലെ ഒരുപാട് ഒളിച്ചോടാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്കും അതുപോലെ തന്നെ ചെറിയ വളർന്നു വരുന്ന പെൺകുട്ടികൾക്കും ഒരു മെസ്സേജ് തന്നെയാണ്. അതുകൊണ്ടാണ് നമ്മളും ഈ വീഡിയോ ഒരു റിയാക്ഷൻ വീഡിയോ ആയിട്ട് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത്. സമൂഹത്തിലേക്ക് ഇത്തരം വാർത്തകൾ തീർച്ചയായിട്ടും എത്തിപ്പെടേണ്ടതുണ്ട്. ഒന്നും കാണാതെ ഒരു സഹോദരിയുടെ ഭർത്താവ്, അതും 44 വയസ്സുള്ള ഒരു ഭർത്താവിന് കൂടെ 22 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരി, അതും കല്യാണം ആലോചിച്ച് ഉറപ്പിച്ചു വെച്ച ഒരു ചെറുപ്പക്കാരി ഒളിച്ചോടുമ്പോൾ ആ 3 കുട്ടികളുടെ കാര്യം എങ്കിലും ആ പെൺകുട്ടി ഒന്ന് ചിന്തിക്കേണ്ടതായിരുന്നു. തീർച്ചയായിട്ടും തൻ്റെ സുഖത്തിനും അതുപോലെ തന്നെ ബാക്കി കാര്യങ്ങൾക്കും മുൻതൂക്കം കൊടുക്കുന്നതോടൊപ്പം തന്നെ തൻ്റെ സഹോദരിയുടെ ജീവിതം വയ്യാതാരമാകുമെന്നും ഈ 3 കുട്ടികളുടെ ജീവിതം എന്താകുമെന്നും ഒരു നിമിഷമെങ്കിലും ആ സഹോദരി ഒന്ന് ആലോചിച്ചിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഇത്തരം ഒരു അവസ്ഥയിലേക്ക് പോവുകയുണ്ടായിരുന്നില്ല. ഇത്തരം ഒരു വീഡിയോ കൊണ്ട് സമൂഹത്തിൽ മോശമായ ഒരു മെസ്സേജ് പൊതുജനങ്ങൾക്കിടയിലേക്ക് കൊടുക്കുക, ഒരു മോശം കണ്ടൻറ് ഇട്ട് കൊടുക്കുക എന്നതിലുപരി എന്താണ് അദ്ദേഹവും അതുപോലെ തന്നെ ഈ സഹോദരിയും നേടിയത് എന്ന് തീർച്ചയായിട്ടും വൈകാതെ കാലം തെളിയിക്കട്ടെ. ഇനിയെങ്കിലും നമ്മുടെ സമൂഹം ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിന് മുമ്പ് ഒരു പിടി ആലോചന തീർച്ചയായിട്ടും നടത്തണമെന്ന് മാത്രമേ നമുക്ക് ആശംസിക്കാനുള്ളൂ. അതുപോലെ തന്നെ ഇങ്ങനെ ഒളിച്ചോട്ടം നടക്കട്ടെ, അദ്ദേഹത്തിന് സുഖമായി ഒരു ഭാവി ജീവിതം ഉണ്ടാകട്ടെ എന്നൊക്കെ നമുക്ക് ആശംസിക്കേണ്ടതായിട്ട് വരും. തീർച്ചയായിട്ടും ഇനിയും അടുത്ത ദിവസം ഒരു പുതിയ വീഡിയോവുമായി അവർ രംഗത്ത് വരാൻ സാധ്യതയുണ്ട്. തീർച്ചയായിട്ടും ആ സഹോദരി ഇനിയും വൈക്കലാകാനും അതുപോലെ തന്നെ അദ്ദേഹം ഉപേക്ഷിച്ച് കടക്കാനും സാധ്യതയുണ്ട്. കാരണം 3 മക്കളെയും സഹോദരിയെയും ഇട്ടെറിഞ്ഞ് അദ്ദേഹത്തിന് ഇവളെയും വയ്യാതാരാക്കാൻ യാതൊരുവിധ മനസ്സിന് അറപ്പും ഉണ്ടാവുകയില്ല എന്ന് 100% ഉറപ്പാണ്. ഇനിയും അടുത്ത വീഡിയോ ഒക്കെ നമുക്ക് കാതോർത്തിരിക്കാം. അതുപോലെ വീണ്ടും നല്ല വീഡിയോ ആയി വരുന്നവരെ നന്ദി, നമസ്കാരം.